കുറുവാ ദ്വീപിലെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് സ്വാഗതാർഹമെന്ന് പ്രകൃതി സംരക്ഷണ സമിതി. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഉത്തരവ്. വയനാട്ടിലെ ഇക്കോ ടൂറിസം സെന്ററുകൾ താൽക്കാലികമായി അടച്ചിടാൻ നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. കുറുവാ ദ്വീപിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപയുടെ അനുമതി ലഭിച്ചിരുന്നു. ഈ അനുമതി എങ്ങനെ ലഭിച്ചു എന്ന് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി അഡ്വക്കേറ്റ് ജനറലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ജസ്റ്റിസുമാരായ AK ജയശങ്കർ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. അതേസമയം കുറുവാ ദ്വീപ് ഉൾപ്പെടെയുള്ള വയനാട്ടിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ ടൂറിസം അനുവദിക്കരുതെന്ന് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. കുറുവ ഇക്കോ ടൂറിസത്തിന്റെ പേരിൽ കുറുവയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ അട്രോസിറ്റിയാണ്. ഒരിക്കലും ടൂറിസം അനുവദിക്കാത്തതാണത്. പിന്നെ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൽ പശ്ചിമഘട്ടത്തിൽ പുഴകളുടെ ഉത്ഭവസ്ഥാനത്തുള്ള ഏറ്റവും വലിയ ഐലൻഡാണത്. പശ്ചിമഘട്ടത്തിൽ ആ ഐലൻഡിലെ സസ്യജന്തുജാലങ്ങൾക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. വളരെ സെൻസിറ്റീവായുള്ള പ്രദേശമാണ്. അവിടത്തേക്ക് സന്ദർശകരെ കടത്തിവിടുക എന്നുള്ളത് ആത്മഹത്യാപരമാണ്. കബനി നദിയുടെ പ്രഭവ കേന്ദ്രമാണ് കുറുവാ ദ്വീപ്. മാനന്തവാടി, പനമരം പുഴകൾ കൂടിച്ചേരുന്നിടത്തു നിന്നാണ് കുറുവാ ദ്വീപിന്റെ തുടക്കം. പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും വലിയ ശുദ്ധജല ദ്വീപ് കൂടിയാണ് കുറുവ. അപൂർവമായി കാണുന്ന സസ്യങ്ങളും ജന്തുക്കളും കുറുവയിലുണ്ട്. ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം ആന സഫാരിക്കിറങ്ങിയ ആളെ ആന കൊലപ്പെടുത്തിയിരുന്നു. കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് ധനസഹായം നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ച കോടതി കല്ലാർ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിനു ചുറ്റും ഇലക്ട്രിക് ഫെൻസിംഗ് നിർമ്മിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കുറുവാ ദ്വീപിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നിഷേധിച്ചതിനെ ആശങ്കയോടെയാണ് ദ്വീപിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ കാണുന്നത്. ന്യൂസ് മലയാളം, വയനാട്.